S-400 എന്നത് റഷ്യയുടെ ഉരുക്ക് കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിൽ ഒരു മിസൈലിനും തകർക്കാനാവാത്ത വ്യോമ പ്രതിരോധ സിസ്റ്റം എന്നാണ് റഷ്യയുടെ അവകാശവാദം. ഇസ്രയേലിന് താഡ് പ്രതിരോധ സംവിധാനമുണ്ട്. അതിനു മുൻപ് അയൺ ഡോം ആയിരുന്നു. ഇറ്റലിക്ക് മിലാഡ് ഉണ്ട്. പോളണ്ടിന് പാട്രിയോട്ട് ഉണ്ട്. ചൈനയ്ക്ക് ഗോൾഡൻ ഡോം വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ടെന്ന് അവർ പറയുന്നു. അമേരിക്ക അവരുടെ ഗോൾഡൻ ഡോം നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ ഉപയോഗിക്കുന്നത് റഷ്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ തൊടുത്തുവിട്ട ഫത്താഹ് സീരീസ് മിസൈലും ചൈനയുടെ CM-400 AKG സൂപ്പർസോണിക് മിസൈലും ഒക്കെ പുഷ്പം പോലെ തകർത്തെറിഞ്ഞ വീരശൂര പരാക്രമിയാണ് S-400. ഇപ്പോഴിതാ ഇന്ത്യയും ആശങ്കപ്പെടുത്തിക്കൊണ്ട് യുക്രൈൻ റഷ്യയുടെ 4 S-400 അടിച്ചു തകർത്തു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. നവംബർ 14 രാവിലെ റഷ്യയിലെ നൊവറോസിസ്കിൽ നടന്ന ആക്രമണത്തിൽ തങ്ങളുടെ ഡ്രോണുകൾ 4 S-400 ട്രയംഫ് ലോഞ്ചറുകളും 2 റഡാർ സംവിധാനങ്ങളും നശിപ്പിച്ചതായി യുക്രൈനിയൻ സുരക്ഷാ സേന അവകാശപ്പെട്ടു. S-400 ട്രയംഫ് ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ സിസ്റ്റത്തിന്റെ 4 ലോഞ്ചറുകൾ SBU അല്ലെങ്കിൽ യുക്രൈൻ സുരക്ഷാ സേന വിജയകരമായി നശിപ്പിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ സ്ഥിരീകരിക്കുന്നു എന്ന കീവ് പോസ്റ്റ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ യുക്രൈൻ സുരക്ഷാ സേനയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്തകൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ മുന്നറിയിപ്പുകൾ നൽകുന്ന 96N6 റഡാറും ടാർഗറ്റ് അക്വിസിഷൻ 92N6 റഡാറും ഉൾപ്പെടെ 2 പ്രധാന S-400 റഡാറുകളും ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റഷ്യൻ സൈനിക കോമ്പൗണ്ടിൽ ഏകദേശം 12 S-400 ലോഞ്ചറുകൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. ആക്രമണത്തിൽ കൂടുതൽ S-400 യൂണിറ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കാനുള്ള ശക്തമായ സാധ്യത ഉണ്ടെന്നും ഉക്രൈനിയൻ സൈന്യം സംശയിക്കുന്നു. നശിപ്പിച്ച ഓരോ സംവിധാനവും റഷ്യയുടെ പ്രതിരോധത്തിൽ ആഴത്തിലുള്ള വിടവ് സൃഷ്ടിക്കുമെന്നും അത് ഉക്രൈനിയൻ ഡ്രോണുകളും മിസൈലുകളും ഇനി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുമെന്നും ഉക്രൈനിയൻ സുരക്ഷാ സേനാ വൃത്തങ്ങൾ പറയുന്നു. ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ഇന്ത്യ അതിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ? നമുക്കറിയാം, സോഴ്സ് കോഡ് ഉൾപ്പെടെയാണ് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് S-400 വാങ്ങിയത്. അതുകൊണ്ട് അതിൽ എല്ലാവിധ കസ്റ്റമൈസേഷൻസും ഇന്ത്യക്ക് ചെയ്യാൻ കഴിയും. ഇന്ത്യ അത് ചെയ്തിട്ടുമുണ്ട്. സർവൈലൻസ് റഡാറുകൾ, ട്രാക്കിംഗ് റഡാറുകൾ, മിസൈൽ ലോഞ്ചറുകൾ, കമാൻഡ് വെഹിക്കിളുകൾ ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ സന്നാഹം തന്നെയാണ് S-400 എന്ന് പറയുന്നത്. പലരും വിചാരിക്കുന്നത് സുദർശന ചക്ര എന്ന ഓമന പേരിൽ വിളിക്കുന്ന ഇന്ത്യയുടെ S-400ന്റെ മെയിൻ റഡാറിനെ തകർത്താൽ മുഴുവൻ S-400ന്റെയും ബാറ്ററി ഔട്ട് ഓഫ് സർവീസിലേക്കാകും എന്നാണ് കരുതി വെച്ചിരിക്കുന്നത്. ഇന്ത്യ S-400നെ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന രീതി പക്ഷെ അങ്ങനെയല്ല. അതിന്റെ മെയിൻ റഡാർ തകർന്നു പോയാലും DRDO, അശ്വിനി, അരുദ്ര തുടങ്ങിയ ഇന്ത്യയുടെ സ്വന്തം റഡാറുകൾ ഉപയോഗിച്ച് S-400നെ തുടർന്ന് പ്രവർത്തിപ്പിക്കാനാകും. ഈ ലോക്കൽ റഡാറുകൾ S-400 സന്നാഹത്തിനൊപ്പം ആയിരിക്കില്ല, മറ്റെവിടെയെങ്കിലും ആയിരിക്കും അത് സെറ്റ് ചെയ്തിരിക്കുന്നത് മറവിൽ. ഇതിനെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയാം. കുറച്ചും കൂടെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സുദർശന ചക്രം. അതുകൊണ്ട് ഇന്ത്യൻ S-400ൽ പ്രവർത്തിക്കുന്നത് ലോകോത്തരമായ 2 ഡിഫൻസ് ടെക്നോളജിയാണ്. ഒന്ന് റഷ്യയുടെയും മറ്റൊന്ന് ഇന്ത്യയുടെയും. അതുകൊണ്ട് ഭയം വേണ്ട, ജാഗ്രത മതി. ന്യൂസ് ഇന്ത്യ മലയാളം.